ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതി ചികിത്സ എന്നുള്ള വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിന്റെ പ്രാഥമിക വിഷയങ്ങളൊന്ന് പരിചയപ്പെട്ടു. എന്താണ് ജീവൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഈ ജീവനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പൊതുവെ ആരോഗ്യ സംരക്ഷണം എന്ന് വിളിക്കപ്പെടുന്നതിലെ ആരോഗ്യത്തെ അറിയുന്നത്. അപ്പോ ജീവനെ അറിയാതെ ആരോഗ്യത്തെ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതോടെ ജീവനെ ആദ്യം തന്നെ പറഞ്ഞത്. ആരോഗ്യ സംരക്ഷണമാണല്ലോ നമ്മുടെ പ്രധാന വിഷയം, അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കൽ, ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകൽ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ ആരോഗ്യം എന്നുള്ള പദം എന്താണെന്ന് നോക്കാം. അതിന്റെ ഉപപദങ്ങൾ ഉണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ആരോഗ്യം എന്താണ് എന്നുള്ളത് നോക്കാം. അതുപ്രകാരം ആരോഗ്യം എന്ന് പറയുന്നത് health is the natural self-regulation of life force operating by the physiological laws of life. എന്താണ് ആരോഗ്യം? ശരീരം അതിന്റെ പരിചരണ, സംരക്ഷണ, ഉൽപാദന പ്രക്രിയകൾ നിർവഹിക്കുന്നത് സ്വയമാണ്. ജീവോർജം അഥവാ വൈറ്റാലിറ്റിയാണ് ഈ സ്വയം നിയന്ത്രിത സംവിധാനത്തിന്റെ ചാലകശക്തി. വൈറ്റാലിറ്റി ശരീരഘടകങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ജീവന്റെ ചില അടിസ്ഥാന നിയമങ്ങളെ ആധാരമാക്കിയാണ്. ജീവവ്യവസ്ഥയുടെ ക്രമീകരിക്കപ്പെട്ട ഈ അടിസ്ഥാന നിയമങ്ങളെ ജീവന്റെ ധർമ്മ നിയമങ്ങൾ എന്ന് വിളിക്കുന്നു. ജീവന്റെ അടിസ്ഥാനപരമായ ഈ ധർമ്മങ്ങൾ മൂലമാണ് ഒരു ജീവശരീരം പ്രാപഞ്ചികമായ ഭൂമികയിൽ നിലനിന്നു പോകുന്നത്. ഈ അടിസ്ഥാന ധർമ്മങ്ങളെ സ്വയം നിയന്ത്രിതമായി നിർവഹിക്കുവാനുള്ള ശേഷിയാണ് ആരോഗ്യം. ഇതൊരിക്കലും ആസുരമായ ശരീരശേഷിയല്ല, മറിച്ച് ജീവചാലക ശക്തിയായ വൈറ്റാലിറ്റിയുടെ ശരിയും സ്വാഭാവികവുമായ പ്രവർത്തന ശേഷിയാണ്. അപ്പോ ആരോഗ്യം എന്താണ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കത്തിൽ പറയാവുന്നത്, ജീവനുള്ള ശരീരത്തിന് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാനുള്ള ശേഷി. ജീവൻ ഒരു ശേഷിയാണ്, സ്വയം സംഘാടകത്വം എന്ന ശേഷിയാണ് ജീവൻ. ആ സ്വയം സംഘാടകത്വം മാത്രമല്ലോ. സ്വയം സംഘാടകത്വം എന്ന് പറയുമ്പോൾ സ്വയം പരിചരണം വരും, സ്വയം സംരക്ഷണം വരും, സ്വയം പുനഃസ്ഥാപനം വരും, വംശീകരണം വരും, അല്ലെ? ഈ വക കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് സ്വയമാണ്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, ജീവൻ ഇതെല്ലാം സ്വയമാണ് നിർവഹിക്കുന്നത്, അല്ലെ? അപ്പോ ഈ സ്വയമേവ നിർവഹിക്കാനുള്ള ശേഷി, സ്വയമേവ നിർവഹിക്കാനുള്ള ശേഷി എന്ന് പറയുമ്പോൾ മറ്റൊന്നിന്റെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയണം. അതാണ് സ്വയമേവ എന്ന് പറയുന്നത്. ഇനിയോ സ്വയം തന്നെ ഇത് ചെയ്യാനാവണം, സ്വയം തന്നെ അത് നിർവഹിക്കാനാണ്. എനിക്ക് ഇനി കഴിയുന്നില്ല എന്ന് കരുതി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യമല്ല. അത് കഴിയണം, അതിനപ്പുറത്തേക്ക് പോകണം. അത് എന്താണോ നിവർത്തിക്കേണ്ടത് അത് നിവർത്തിച്ചു പോകണം. അങ്ങനെ ചെയ്യുവാനുള്ള ശേഷിയാണ് ആരോഗ്യം. പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വലിയ പ്രവൃത്തികൾ ചെയ്യാനുള്ള ശേഷിയായിട്ടാണ്. ഇപ്പൊ വലിയ ഭാരം തൂക്കുക, അതുപോലെ തന്നെ വലിയ ശരീരമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യമായിട്ട് പലപ്പോഴും പൊതുസമൂഹം കരുതുന്നത്. ആസുരമായ കായശേഷി എന്ന് പറയും. അങ്ങനെ ആസുരമായ കായശേഷിയല്ല, ശരീരത്തിന് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള, അതിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെ കൃത്യമായി നടപ്പിലാക്കാനുള്ള ശേഷിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ജീവന്റെ അളവ് നല്ലപോലെ ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെന്ന് നമുക്ക് പറയാം. ജീവൻ ഉയർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു എന്ന് വരും. ജീവൻ ഉയർന്നിരിക്കുന്ന സമയത്ത് ഇപ്പോ രാത്രി ഉറക്കമാണ്. ഇപ്പൊ ജീവൻ ഏറ്റവും നന്നായി ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്, വെളിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യം ഏറ്റവും കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോഴും യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നുള്ളത് എന്താണ്? ആരോഗ്യം എന്നുള്ളത് ശരീരത്തിന്റെ അകത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ശേഷിയാണ്. നല്ലപോലെ അധ്വാനിച്ച് ശീലമുള്ള ഒരാൾക്ക് ആ അധ്വാനം വെളിയിൽ ചെലുത്താൻ കഴിയും. ഇപ്പൊ വലിയ പാറയെടുത്ത് പൊക്കാനോ കല്ലെടുത്ത് മാറ്റിവെക്കാനോ ഒക്കെ ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് കഴിയും. ശരീരം നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചെയ്ത് ശീലമില്ലെങ്കിലോ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല. അപ്പോ ഈ ശരീരം കൊണ്ട് വെളിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല, ശരീരം അകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ശേഷിയാണ്, അതിന്റെ അളവാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ
ആരോഗ്യം എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തന ശേഷിയാണെങ്കിൽ അതിന്റെ പുറകിൽ എന്താണുള്ളത്? ജീവന് അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ആണല്ലോ ഈ ആരോഗ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ ജീവനെ എങ്ങനെയാണ് ചലിപ്പിക്കുന്നത്? ജീവനെ ആരാണ് ചലിപ്പിക്കുന്നത്? ആ ജീവനെ ചലിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് ജീവോർജം എന്ന് വിളിക്കപ്പെടുന്നു. വൈറ്റാലിറ്റി, ജീവചൈതന്യം എന്നൊക്കെ വിളിക്കാം. ജീവോർജം അല്ലെങ്കിൽ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് അതാണ്. ഈ വൈറ്റാലിറ്റി എന്ന് പറയുന്ന, ജീവ ഊർജം എന്ന് പറയുന്ന, ജീവചൈതന്യം എന്ന് പറയുന്ന ആ ഒന്നാണ് ജീവന്റെ ചാലകശക്തി. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും, എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോഴേക്കൊക്കെ കുറച്ചൊക്കെ ക്ഷീണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് തളരും. നമ്മുടെ വിശ്വാസപ്രകാരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഊർജം കൂടേണ്ടതാണ്, പക്ഷെ ഊർജം കൂടുന്നതിന് നല്ലപോലെ തളരും. അത് കഴിഞ്ഞിട്ട് പതുക്കെ വീണ്ടും നമ്മൾ ആക്റ്റീവ് ആവും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പതുക്കെ ആ പ്രവർത്തന വേഗം കുറഞ്ഞു വരും. രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ക്ഷീണം നല്ലപോലെ തോന്നും. പിന്നെ വിശ്രമിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഇപ്പോഴത്തെ കാലത്തെ കാര്യം അല്ല പറയുന്നത്, നൈറ്റ് ലൈഫിന്റെ കാര്യമല്ല പറയുന്നത്. നൈറ്റ് ലൈഫിൽ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേ ആളുകൾക്ക് ജീവൻ വരിക. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. സാധാരണ രീതിയിൽ ജീവനുള്ള ശരീരമുള്ള മനുഷ്യരുടെ കാര്യം, അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷീണം തോന്നും. അപ്പോ ഈ ഒരേ വ്യക്തി തന്നെയാണ്, ആരോഗ്യമുള്ള ഒരേ വ്യക്തി തന്നെയാണ് രാവിലെ ഉണർന്ന് വളരെ ആക്റ്റീവായിരിക്കുകയും വൈകുന്നേരം ആ ആക്റ്റീവ്നെസ് കുറയുകയും ചെയ്യുന്നത് ഈ ജീവചൈതന്യത്തിന്റെ, ജീവോർജത്തിന്റെ അളവനുസരിച്ചാണ്. അപ്പൊ രാവിലെ അത് കൂടുതലായിരിക്കും, വൈകുന്നേരം അത് കുറവായിരിക്കും. വീണ്ടും കിടന്നുറങ്ങി കഴിയുമ്പോൾ ഈ കിടന്നുറങ്ങിയ ക്ഷീണിച്ച ശരീരം തന്നെ രാവിലെ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് എഴുന്നേറ്റ് വരും. അപ്പോ അതിനർത്ഥം എന്താണ്? ഈ വൈറ്റാലിറ്റി എന്നുള്ളത് സംഭരിക്കാനും അത് ചെലവാക്കാനും വീണ്ടും പുനഃസംഭരിക്കാനും നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ജീവോർജം എന്ന് പറയുന്ന, വൈറ്റാലിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനമാണ് ഈ ജീവന്റെ ചാലകശക്തി. വൈറ്റാലിറ്റി ജീവശരീരങ്ങളിൽ പ്രവർത്തിക്കുന്നത് ജീവന്റെ ചില അടിസ്ഥാന നിയമങ്ങളെ ആധാരമാക്കിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ വലിയ ശേഷിയുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിക്കുന്നു. അപ്പോൾ ഇത് പ്രകൃതിയുടെ ചില നിയമങ്ങൾക്കനുസരിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. രാവിലെയും വൈകിട്ടും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന രീതി, നമ്മൾ ഊർജത്തെ ചെലവാക്കുന്ന രീതി, നമ്മുടെ മാനസികാവസ്ഥ, ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ശരീരം ഈ വൈറ്റാലിറ്റിയെ ഉപയോഗിക്കുന്നത്. അപ്പോ വൈറ്റാലിറ്റിയുടെ ആ ഉപയോഗം, വൈറ്റാലിറ്റിയുടെ പ്രയോഗം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയതമായ നിയമങ്ങളെ ആധാരമാക്കിയാണ്. ഈ ജീവവ്യവസ്ഥയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള അതാണ് ഈ നിയമങ്ങൾ. ഇത് എല്ലാ ജീവികളിലും പ്രവർത്തിക്കുന്ന നിയമമാണ്, അത് പൊതുവായ നിയമമാണ്. ഈ അടിസ്ഥാന നിയമങ്ങളെ ജീവന്റെ ധർമ്മ നിയമങ്ങൾ എന്നാണ് വിളിക്കുക. ജീവന്റെ ധർമ്മ നിയമങ്ങൾ, ഫിസിയോളജിക്കൽ ലോസ് ഓഫ് ലൈഫ് എന്നാണ് പറയുക. ഫിസിയോളജിക്കൽ ലോ, ജീവശരീരത്തിന്റെ ധർമ്മ നിയമങ്ങൾ എന്ന് പറയും. അപ്പോ ജീവന്റെ അടിസ്ഥാനപരമായ ഈ ധർമ്മങ്ങൾ മൂലമാണ് ജീവശരീരം ഈ പ്രാപഞ്ചിക ഭൂമിയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നു പോകുന്നത്. അത് ശരീരത്തിനകത്തും പുറത്തും ഈ ജീവ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ജീവന്റെ ധർമ്മ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടല്ലോ, അത് ജീവന്റെ അടിസ്ഥാന നിയമങ്ങൾ, ആ നിയമങ്ങളെ കൃത്യമായി പാലിക്കുവാനുള്ള ശേഷിയാണ് ആരോഗ്യം. നമ്മളത് ആ ധർമ്മ നിയമങ്ങളെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആരോഗ്യം അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഈ നിയമങ്ങൾ പാലിക്കാനുള്ള ശേഷിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ഏതാണ്ട് 18ഓളം ധർമ്മ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ 18ഓളം ധർമ്മ നിയമങ്ങൾ, ആ നിയമങ്ങൾ എടുത്തു പ്രയോഗിക്കാനുള്ള ശേഷിയാണ് ആരോഗ്യം. അല്ലാതെ അത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയല്ല, നിയമങ്ങൾ പാലിക്കാനുള്ള ശേഷിയാണ്. ഇപ്പോ നമ്മൾ റോഡില് നമ്മൾ വാഹനവുമായിട്ട് പോകുന്നു എന്നിരിക്കട്ടെ, റോഡിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ? അതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള റോഡിലോ അല്ലെങ്കിൽ റോഡിലെ ജീവിതം എന്ന് പറയുന്നത്. അതേസമയം റോഡ് നിയമങ്ങളൊന്നും പാലിക്കാതെ വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്ത് എല്ലാവരെയും പുറകിലാക്കി, ഇപ്പൊ എല്ലാവരും വരിവരിയായി നിൽക്കുമ്പോൾ വരിയെ അതിജീവിച്ച് അപ്പുറത്തേക്ക് പോയി കയറി പോകുന്നവരുണ്ട്. അത് കായശേഷിയാണ്, അത് അവന്റെ മസിൽ പവറാണ് കാണിക്കുന്നത്. പക്ഷെ കുറെ ദൂരം അപ്പുറത്ത് ചെല്ലുമ്പോൾ അവൻ ആക്സിഡന്റ് ആയിട്ട് അവിടെ കിടക്കുന്ന ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു വരും. അത് അധികം ദൂരം പോകണമെന്നില്ല. അപ്പോ ഈ നമ്മൾ വിചാരിക്കുന്ന ശരീരശേഷി, കായശേഷി എന്ന് പറയുന്ന ആരോഗ്യം, അതല്ല ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കാനുള്ള ശേഷിയാണ്.
അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് ജീവന്റെ നിയമങ്ങളാണ്, ജീവന്റെ ധർമ്മ നിയമങ്ങളാണ്. ജീവന്റെ ധർമ്മ നിയമങ്ങളെ പാലിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുവോ, അതിനെ എത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നുവോ, അതാണ് ആരോഗ്യം. ജീവന്റെ നിയമങ്ങളെ തെറ്റിച്ച് നമ്മൾ നമ്മുടെ മസിൽ പവർ കാണിക്കാൻ പോയാൽ അത് ആരോഗ്യമല്ല എന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ജീവന്റെ ധർമ്മ നിയമങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന, അതിന്റെ ഊർജത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സവിശേഷ ബുദ്ധിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അത് വൈറ്റാലിറ്റിയുടെ, ജീവശക്തിയുടെ ശരിയായ സ്വാഭാവികമായ പ്രവർത്തന ശൈലിയാണ്, വിവേകപൂർണമായ പ്രവർത്തന ശൈലിയാണ്. ആ വിവേകം ആരുടെ വിവേകമാണ്? ജീവന്റെ വിവേകമാണ്. ജീവനാണ് വിവേകമുള്ളത്. അപ്പൊ ജീവനുള്ള ശരീരം അതിന്റെ വിവേകത്തോടു കൂടി അതിന്റെ ധർമ്മ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്നതിനെയാണ് ആരോഗ്യം എന്ന് പറയുക. അതല്ലാതെ ജീവനുള്ള ശരീരം അതിന്റെ മസിലുകൾ പെരുപ്പിച്ച് കുറെ ജോലികൾ വെളിയിൽ ചെയ്യുന്ന, എന്നിട്ട് അകാലത്തിൽ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അത് ആരോഗ്യത്തിന്റെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കൂടുതൽ ഇത് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കുക, ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന് അതിന്റെ ജീവോർജത്തെ നിയമപ്രകാരം, ധർമ്മ നിയമപ്രകാരം പ്രയോഗിക്കുവാനുള്ള ശേഷിയാണ്, വിവേകമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ വിധത്തിലുള്ള ഒരു ബോധ്യത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം കൃത്യമായി സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ആരോഗ്യത്തിന്റെ അകംഭാഗങ്ങളെ ഓരോന്ന് ഇഴപിരിച്ച് നമുക്ക് നോക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.